ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ എന്താ അവിടെ ഒളിപ്പിച്ച് വെച്ചേക്കണേന്ന് നോക്കിക്കേ. കുറച്ച് ദിവസമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് കേട്ടോ. അതെന്താണെന്ന് ഞാൻ പറയാവേ. അതിനു മുമ്പ് ആ ഇരിക്കുന്ന എന്താണെന്ന് കാണണ്ടേ. ഇത് നമ്മുടെ ക്യാബേജ് തോരനാണ് കേട്ടോ. പിന്നെ ദാ ഈ കാണുന്നത് വെണ്ടക്ക മെഴുക്ക് പുരട്ടിയത്. ഭയങ്കര ടേസ്റ്റാണ് അതിന്. പിന്നെ നല്ല തുമ്പപ്പൂ ചോറ്, ജയ അരിയുടെ ചോറാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ അതാണ് യൂസ് ചെയ്യാറ്. പിന്നെ നമ്മുടെ സുന്ദരി ബീറ്റ്റൂട്ട് തോരൻ. പിന്നെ അടുത്തത് പോട്ടിയാണ് കേട്ടോ. ഇന്നലെ അച്ഛൻ കൊണ്ടുവന്നതിൻ്റെ ബാക്കി കുറച്ചിരുന്നേച്ചതാണേ. ഇനി വേറൊരു സൂത്രം കൂടിയുണ്ട് കേട്ടോ. കണ്ടോ, ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഒന്ന് പൊതിച്ചോറ് കഴിക്കണം. പിള്ളേരാണേ സ്കൂളിൽ പോയി, കുഞ്ഞും വർക്കിനും പോയി. എന്നാൽ പിന്നെ പണിയൊക്കെ നേരത്തെ തീർന്നുകൊണ്ട് പൊതിച്ചോറ് കഴിക്കാനുള്ള ആഗ്രഹം അങ്ങ് തീർത്തേക്കാന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഇലയെടുത്ത് അത് നന്നായിട്ട് കഴുകി വാട്ടിയെടുത്തിട്ടോ. എന്നിട്ട് നമ്മുടെ ചോറ് തന്നെ ആദ്യം വിളമ്പി അതിനകത്തേക്ക് വെണ്ടക്ക മെഴുക്ക് പുരട്ടിയത് വെച്ചിട്ടോ. നീളത്തിലരിഞ്ഞാണ് ഞാൻ മെഴുക്ക് പുരട്ടിയത്. അതിനുശേഷം എൻ്റെ ഫേവറേറ്റ് തോരനായിട്ടുള്ള ക്യാബേജ് തോരനും വെച്ചു. ഒരുമാതിരിപ്പെട്ട ആർക്കും ക്യാബേജ് തോരൻ ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ എനിക്ക് ക്യാബേജ് തോരൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് പോട്ടി ഒരു സൈഡിൽ വെച്ചിട്ടോ. ഒരു വെജിറ്റേറിയൻ പൊതിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇത് ഇരിപ്പുണ്ടായിരുന്നത് കൊണ്ട് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങ് എടുത്തതാണ്. അത് കഴിഞ്ഞ് ബീറ്റ്റൂട്ട് തോരനും വെച്ചു. പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. വീട്ടിൽ വെച്ച് കഴിക്കാൻ മടിയാണ്. സ്കൂളിൽ കൊടുത്തു വിടുവാണെങ്കിൽ കഴിച്ചോളും. അതുകൊണ്ട് മിക്ക ദിവസവും ഉണ്ടാക്കും കേട്ടോ ഇത്. അങ്ങനെ ചോറും കറികളും എല്ലാം ഇലയിലാക്കി കേട്ടോ. നല്ല ഭംഗിയില്ലേ, നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലേ. ആ പച്ച വാഴലക്കകത്ത് വെള്ളയും ചുവപ്പും മഞ്ഞയും പിന്നെ ആ ബ്രൗണും എല്ലാം കൂടി ചേരുമ്പോൾ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. എന്തായാലും നോക്കിയിരിക്കാണ്ട് ഞാൻ വേഗം തന്നെ പൊതിഞ്ഞു വെച്ചേ. എനിക്ക് മാത്രമേ പൊതിയെടുത്തുള്ളൂ കേട്ടോ. ഇവിടെ ആകെ ഞാനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളേ. അമ്മയ്ക്ക് ചോറ് നല്ല ചൂടോടെ കഴിക്കണതാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ അമ്മ കഴിക്കുന്ന സമയത്ത് മാത്രമേ കലത്തിന്ന് ചോറ് എടുക്കാറുള്ളൂ. പൊതിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആ ചൂടിൽ കിട്ടില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടായിരുന്നു. പിന്നെ പിള്ളേരുള്ള ദിവസമൊക്കെ ഇത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അവർക്ക് ഈ പൊതിച്ചോറിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലെന്നേ. ചുമ്മാ തട്ടിക്കളിച്ച് കളയും. പിന്നെ കുഞ്ഞുമോനും ഇത് വലിയ താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ചോറ് പാത്രത്തിലിട്ട് കഴിക്കുന്നതാണ് പുള്ളിക്കും ഇഷ്ടം. പിന്നെ എനിക്ക് മാത്രം ഇങ്ങനത്തെ വട്ടക്കായ. പക്ഷേ ഇങ്ങനെ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ടെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടമാണോ? ആണെങ്കിൽ പറയണേ. ഞാനൊരു 11:30 ആയപ്പോൾ പൊതി കെട്ടിവെച്ച് അത് തുറന്നപ്പോൾ 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് 1-2 സ്ഥലത്ത് പോകാനുണ്ടായിരുന്നേ. പോയി വന്നപ്പോഴേക്കും ആ നേരായി. പിന്നെ അത്ര വെച്ച് താമസിപ്പിച്ചില്ല. വേഗം തന്നെ പൊതി എടുത്തുകൊണ്ട് വന്ന് കഴിക്കാനിരുന്നേ. എന്നെ സംബന്ധിച്ച് ഇതൊരു വല്ലാത്ത നൊസ്റ്റുമാണ് കേട്ടോ. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ സ്ഥിരമായിട്ട് അമ്മ പൊതിച്ചോറ് തന്ന് വിടുമായിരുന്നേ. അതിലാണെങ്കിൽ മെയിനായിട്ട് മുട്ട പൊരിച്ചതുണ്ടാകും കേട്ടോ. ഇതിൽ ഞാൻ മുട്ട പൊരിച്ച് വെച്ചില്ല. ഇത്രയും കറിയുണ്ടല്ലോ, ഇനി അതിൻ്റെ കൂടെ മുട്ടയും കൂടി പൊരിക്കണ്ടല്ലോ എന്ന് ഓർത്തു. എനിക്ക് മീൻകറി അത്ര താല്പര്യമൊന്നുമില്ല കേട്ടോ. കഴിക്കില്ല എന്നല്ല, കഴിക്കും, എങ്കിലും അത്ര താല്പര്യമൊന്നുമില്ല. പക്ഷേ മീൻ വറുത്തത് വലിയ ഇഷ്ടമാണ്. അതുപോലെ ചിക്കനും ബീഫും പോർക്കും എല്ലാം ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ എല്ലാം കഴിക്കും, അത്ര തന്നെ. അങ്ങനെ പൊതി അഴിച്ചിട്ടോ അന്നേരം വന്നൊരു സ്മെല്ല്, എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. ഞാനിതൊക്കെ പറഞ്ഞിതൊക്കെ കാണിക്കുമ്പോൾ നിങ്ങളുടെ വായിലും വെള്ളം വരുന്നുണ്ടാവും അല്ലേ? സത്യം പറ, നിങ്ങൾക്കും തോന്നുന്നില്ലേ ഇപ്പം പൊതിച്ചോറ് കഴിക്കാൻ? എന്നാൽ ഒട്ടും താമസിപ്പിക്കണ്ട കേട്ടോ. അടുത്ത ദിവസം തന്നെ ഒരു പൊതി കെട്ടി അങ്ങ് കഴിച്ചു നോക്ക്. കുറേ നാൾക്ക് ശേഷം ഈ പൊതിച്ചോറൊക്കെ കഴിക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് വേറെ ലെവലാ. കുറച്ച് ലേറ്റായി പോയ കൊണ്ട് തന്നെ ചോറിൻ്റെ ചൂടിച്ചിരി ആറിപ്പോയായിരുന്നു കേട്ടോ. എങ്കിലും ഫസ്റ്റ് വായങ്ങ വെച്ചപ്പോൾ എൻ്റെ പൊന്നോ, അടിപൊളി കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നേ. ഇഷ്ടത്തോടെ കഴിക്കുന്നത് കൊണ്ട് തന്നെ സാധാരണ കഴിക്കുന്നതിലും കൂടുതൽ ഞാൻ കഴിച്ചിട്ടോ. അതും പെട്ടെന്ന് വാരി വാരി കഴിച്ചേ. എല്ലാം നക്കി തുടച്ച് കഴിച്ചു എന്നൊക്കെ പറയില്ലേ, അത് ഇതാണെന്ന് തോന്നുന്നു അല്ലേ? ഇനി ഞാൻ പോയി കൈ കഴുകട്ടെ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.